ഇന്നത്തെ വീഡിയോ നമ്മൾ വന്ന് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് അക്ലറി ക്ലേ വെച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അവക്കാഡോ ഇത് നെക്ലസ് ഒക്കെ വെക്കേണ്ട അവക്കാഡോ ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ പോവാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമ്മളിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ അവക്കാഡോ ഷേപ്പ് ആക്കണം കേട്ടോ. ഇത് അവക്കാഡോ ഷേപ്പ് മാതിരി ഇരുന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താ ഓവൽ മാതിരി ഇരിക്കണം, അവക്കാഡോ മാതിരി, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇനിയും കുറച്ച് എടുക്കാം. എടുത്തിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഈ ബോർഡറിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഈ അവക്കാഡോ കിവിയ ഏത് അവക്കാഡോ അല്ല, അവക്കാഡോ തന്നെ. അവക്കാഡോൻ്റെ ഇങ്ങനെ ബോർഡറിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇങ്ങനെ ഇത് നോക്കാൻ അവക്കാഡോ മാറിയൊക്കെ എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഈ സാധനം കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് കേവാക്കാം. ബോ ചെയ്യണം കേട്ടോ, ബോ. അതിനൊരു കുഞ്ഞ് കേവ് ഇവിടെ ആക്കാം. നെക്സ്റ്റ് സെയിം ഈ സൈഡും ആക്കാം. ഇങ്ങനെ ഒരു ഇൻഫിനിറ്റി മാറിയിട്ട് ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പോൾ ഇത് ഒരേ ഒരെണ്ണമേ ഉള്ളൂ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ റോളാക്കാം. റോളാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മളിത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് ഈ അവക്കാഡോണ്ട് ഇവിടെ വയ്ക്കാൻ പോവാട്ടോ. ഇപ്പോൾ അവക്കാഡോ നോക്കാൻ കുറച്ച് ക്യൂട്ടുണ്ട്. നെക്സ്റ്റ് പെയിൻറ്റ് ചെയ്താൽ ഇതുക്കാളും ക്യൂട്ടുണ്ടാവും. ഒരു ബോട്ടിൽ ക്യാപ്പ് എടുക്കാം കേട്ടോ. എടുത്തിട്ട് ഇവിടെ നടുവിൽ ഇങ്ങനെ ബോട്ടിൽ ക്യാപ്പ് വേണമെന്നില്ല, ഇത് വൈകിട്ടാട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഈ ട്രേസ് ഇവിടെ ഒരു ഓട്ട കാണില്ലേ ഇവിടെ, അത് വെയിറ്റ് ചെയ്യോ. ഇങ്ങനെ ഒരു ലൈന് കണ്ട ഈ ലൈനിൽ നമ്മളൊരു റൗണ്ട് ചെയ്യാൻ പോവാം. വെയിറ്റ് ചെയ്യും. ഓക്കെ, നോക്കൂ, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹാഫ് സർക്കിളാണ്, സെമി സർക്കിൾ മാറിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ആ സർക്കിളിൽ അല്ലെങ്കിൽ നടുവിലിരിക്കേണ്ട സർക്കിളോ എന്തെങ്കിലും ആവട്ടെ അതിലിങ്ങനെ വയ്ക്കാം. ഇത് നിറയെ വൈതാവും ആവാൻ പാടിയ, നിറയെ കുഞ്ഞിതും ആവാൻ പാടിയ, മീഡിയം ആയിരിക്കണം. ഓക്കെ ഓക്കെ, ഇത് നോക്കൂ. ഇപ്പോൾ നോക്കൂ, ഇത് ഇങ്ങനെ ഉണ്ട് കാണാൻ. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാം. നോക്കൂ, ഇത് നോക്കൂ, ഇങ്ങനെ ഉണ്ട് കേട്ടോ കാണാൻ. ഇത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ ഇത് ഒട്ടാതെ ഉണ്ടാവുക. വേറെ കവറിലൊക്കെ വെച്ചാൽ ഇത് ഒട്ടും ഉണ്ടാതെ പറയുന്ന പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ. പ്ലാസ്റ്റിക് കവറിൽ വെച്ചെങ്കിൽ ഇതോ എൻ്റെ ഇതിൽ ഒട്ടി അതുമാതിരി ഒട്ടും ഇട്ടാ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കുറച്ച് അക്ലറി ക്ലേ എക്സ്ട്രാ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വന്ന് ഒരു എന്താ ചെയ്യുക, ഐഡിയ. നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊരു ബേർഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാൻ പോവാട്ടോ. ഇതോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 അയ്യോ ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. പ്രസ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പരത്തുണ്ട്. അത് കുറച്ച് ഇതിൽ എടുക്കാം, ഒരു പാർട്ട് ഇങ്ങനെ. വേണ്ട, ഒരു ഐഡിയ കിട്ടിട്ടോ. നോക്കൂ, സിസറോ ഏതെങ്കിലും സ്കെയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് കോപ്പി ചെയ്യുക. ഇങ്ങനെ ഒരു ലൈൻ വരും കേട്ടോ. ഓക്കെ കേട്ടോ. ഇങ്ങനെ ഇത് കിട്ടിയ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഒരു സർക്കിളാക്കും. ഒരു കുട്ടി പീസിന് ഇതിന് കട്ടൊന്ന് ചീണ്ട വെറുതെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കാം. നോക്കിയാ ഇത് സ്ക്വയർ
റെക്റ്റാങ്കിളോ ഏതെങ്കിലും ചെയ്യാം. അങ്ങനെ ക്യൂട്ട് ഷേപ്സ് ഒക്കെ ഇതിൽ ചെയ്യാം കേട്ടോ, ഇങ്ങനെ ലെഫ്റ്റ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ വന്ന ഒരു കോൺ ഷേപ്പാണ് ചെയ്യാൻ പോകുന്നത്. കോൺ കേട്ടോ, കോണിനാ ട്രയാങ്കിളിൻ്റെ 3D ഷേപ്പ് കോൺ അങ്ങനെ. ഓക്കെ, നമ്മളിങ്ങനെ കോൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ക്യൂട്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാം ഇത് വെച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്ന് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെറ്റർ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ലെറ്റർ കമൻറ്റിൽ പറയുമോ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ലെറ്റർ എന്താണ്, നിങ്ങളുടെ നെയിമിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ലെറ്റർ എന്താണ് കമൻറ്റിൽ പറയുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ലെറ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് ഇങ്ങനെ എൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എന്നാക്കാം നിവേദ. എൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എന്ന്. അത് കഴിഞ്ഞിട്ട് എണ്ണ ഇങ്ങനെ സ്റ്റൈലാണ് വേണമെങ്കിൽ എണ്ണ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു കീച്ചനാ കൂടി യൂസ് ചെയ്യാം. വേറെ ഒരെണ്ണം കിറ്റി ചെയ്യാൻ പറ്റും. കിറ്റി എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനത്തെ ഒരു ക്യൂട്ട് കിറ്റി എങ്ങനെയാ അറിയോ? ഇങ്ങനത്തെ ഒരു ക്യൂട്ട് കിറ്റി എങ്ങനെയാ അറിയോ? ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഒരു പീസ് എടുക്കാം, അല്ലെങ്കിൽ ഇല്ലാത്തത് ഇങ്ങനെ എടുത്തിട്ട് റോൾ ചെയ്യാം. കുഞ്ഞിതാവായിരിക്കണം, അതുകൊണ്ട് കുഞ്ഞിതാവുക. ഇങ്ങനെ എടുത്തോളൂ. ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്യോ, നല്ല പ്രസ് ചെയ്താൽ കുറച്ച് ലൈറ്റാണ് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ലൈറ്റ് ഇത്ര തിക്നെസ് ഇരിക്കുന്ന മാതിരിയാ പ്രസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓക്കെ. ഇപ്പോൾ നോക്കാൻ ഇത് ക്യാറ്റിൻ്റെ ഇയേഴ്സ് മാറി ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെരി ഈസി വേസിലൊക്കെ ക്യാറ്റ് ഇയേഴ്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ്, ഇവിടെ ഒരു പ്രസ്, അത്രയേ ഉള്ളൂ. ക്യാറ്റ് ഇയേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ വന്ന് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ക്യാറ്റിന് കണ്ണിൽ സിസർ വെച്ച് വരയാം കേട്ടോ. അപ്പോൾ കൺഫ്യൂസ് ആവണ്ട കളർ ചെയ്യുമ്പോൾ എവിടെയാണ് കണ്ണിനൊക്കെ. ഓക്കെ, ഇതോ നോക്കോ. ഇപ്പോൾ കണ്ണ് നോക്കാൻ ഇങ്ങനെ ഉണ്ട്. ഈ കാർഡ്ബോർഡ് ഇത് ഊരി വരും. എന്നാൽ ഇത് നമ്മൾ വന്ന് പ്ലാസ്റ്റിക് പേപ്പറിലാണ് വെക്കുന്നുണ്ട്. അങ്ങനത്തെ പേപ്പറിൽ വെച്ച് ഒട്ടി പോയിട്ടാ, അതുകൊണ്ട് പ്ലാസ്റ്റിക്കിലാണ് വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ബേർഡ് ചെയ്യാൻ പോവാം. ഒരു പേപ്പർ ക്രാൻ അങ്ങനത്തെ. ഓക്കെ, ചെയ്യാൻ പേപ്പറൊക്കെ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു യൂസ്ഡ് പേപ്പർ ആയാലും ഏത് പേപ്പർ ആയാലും ഒരു A4 ഷീറ്റ് എടുക്കാം. A4 സൈസ് പേപ്പർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്വയർ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു സ്ക്വയർ പേപ്പർ സ്ക്വയറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഒരു സ്ക്വയർ ആവും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. കട്ട് ചെയ്യാൻ പോവാ. ഓക്കെ കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ കോപ്പ ചെയ്യുക. യൂസ്ഡ് പേപ്പർ ആയാലും കോപ്പ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പേപ്പറിന് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ഫോൾഡ്, നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡ്, നെക്സ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഫോൾഡ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇങ്ങനെ ഫോൾഡൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കാം. ഫോൾഡ് ചെയ്തിട്ടല്ല, അപ്പോൾ ഇങ്ങനെയാവും. നെക്സ്റ്റ് ഇത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ സ്ക്വയറിനെ ഒരു കുഞ്ഞ സ്ക്വയർ ആക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നരിയ ഇരിക്കുന്ന പാർട്ട് നമ്മൾ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കാം. ഈ സൈഡ് മടക്കിയ നെക്സ്റ്റ് ബാക്ക് സൈഡ് സെയിം മടക്കാം. വേണമെങ്കിൽ നിങ്ങൾ കളർ പേപ്പർ യൂസ് ചെയ്യാം, ഏത് പേപ്പർ വേണമെങ്കിലും. ഇപ്പോൾ ട്രയലാണ്, നിങ്ങൾ വേണമെങ്കിൽ ട്രയൽ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കണ്ടോളൂ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിൾമാരെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് സെയിം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ പാർട്ട് ഇങ്ങനെ മടക്കിയിട്ട് പിന്നിലും ഇത് മടക്കാം. മടക്കിയ ഇനി ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കാം. ഓക്കെ, മടക്കുമ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസ് ആവും. ഇതിങ്ങനെ
ചെയ്തിട്ട് പിന്നീട് ഇങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ഇത് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് ബാക്ക് സൈഡും സെയിം. ഓപ്പൺ ഓപ്പൺ, ഇത് ഓപ്പൺ. നെക്സ്റ്റ് ഇതിങ്ങനെ ഫോൾഡ് ആവും എന്തായാലും. നെക്സ്റ്റ് ഇത് ഇങ്ങനെ മടക്കാം. മടക്കിയിട്ട് ഇത് ചെയ്യും. ഇത് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കാം. ഓവർ മടക്കി കഴിഞ്ഞു. ഇനി ഇവിടെ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. പിന്നെയും സെയിം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നേരെ നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ മടക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോഗ് ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇനി ബാക്ക് സൈഡും ഇങ്ങനെ മടക്കണം. ഇപ്പോൾ ഒരു ഡോഗ് ഷേപ്പ് കിട്ടിയെങ്കിൽ കമൻറ്റിൽ പറയൂ. നെക്സ്റ്റ് നമ്മൾ വന്ന് ഇത് തീരാറായിട്ടാ. ഈ സാധനം ഇത് വന്ന് നമ്മൾ ഇങ്ങനെ മടക്കാം. ഇവിടെ മടക്കി വെച്ചാൽ നെക്സ്റ്റ് ബാക്ക് സൈഡും സെയിം മടക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, മടക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തോളൂ. ഓപ്പൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്യോ. വിങ്സിനെ ഇങ്ങനെ ഇത് വിങ്സ് ഇട്ടാൽ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വിങ്സ് ഈ സാധനം ഇത് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലാക്കാം. ഇതും ഫ്രണ്ടിലാക്കാം. കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കാം. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഇത് തീരാറായിട്ടാ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗ്രാൻഡ് ഷേപ്പായി. ഇപ്പോൾ ഇത് രണ്ടും പുൾ ചെയ്യാം കേട്ടോ. പുൾ ചെയ്താൽ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇത് പുഷ് ചെയ്യാം. കണ്ട ഇപ്പോൾ പേപ്പർ ഗ്രാൻഡ് റെഡി. ഇങ്ങനെ നിങ്ങൾ 100 ചെയ്തെങ്കിൽ ചിലപ്പോൾ ട്രൂ വരും. ഒരു സിനിമയിൽ കണ്ടതാട്ടോ. ഓക്കെ, ഷോർട്ട് ഫിലിമിൽ ഒരു ട്വിൻസിൻ്റെ കഥയില ഇത് കണ്ട. ഇങ്ങനെ ക്രേനൊക്കെ 100 എടുത്തു വെച്ചാൽ നമ്മളുടെ വിഷ് ശരിക്കും ആവുന്നു. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഡ്രൈ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താൽ കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ കളർ പേപ്പറിൽ കൂടി ഈ ക്രേൻ യൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് കമൻറ്റിൽ പറയുക ഈ വീഡിയോ എങ്ങനെ ഉണ്ട്. ബൈ.